എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാ കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. മുഹമ്മയിലാണ് എൻ്റെ വീട്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് ടൗണിലേക്ക് പോവാം. മക്കൾ രണ്ടാളെ അച്ഛനും അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനും ആവണിയും കൂടിയിട്ട് സ്കൂട്ടറിലാണ് പോണേ. ഞാനിട്ട കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നോട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറേ പേര് അതിൻ്റെ അകത്ത് വേണ്ടിയിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എന്തോ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് ഒരു കൗതുകമായിരുന്നു. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ഞങ്ങളിത് ആലപ്പുഴ ടൗണിലെത്തിയിട്ടോ. നല്ല തിരക്കൊന്നും ഉണ്ടായില്ല, കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ അവിടെ റോഡ് പണി നടക്കുന്നതായതുകൊണ്ടിട്ട് മെയിൻ റോഡിലൂടെയല്ല, ചെറിയ റോഡുകളിങ്ങനെ ആക്കിയിട്ട് അതിൽ കൂടിയ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. റോഡൊന്നും വലിയ നല്ല റോഡൊന്നും അല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കൂടി പോകാനായിട്ട്. പക്ഷേ ഞാൻ കുറേ നാൾ കൂടി ആദ്യമായിട്ടാണ് സ്കൂട്ടറിലൊക്കെ വരുന്നത്. നേരത്തെ എപ്പോഴും ഏട്ടനുമായിട്ട് കാറിലൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ വിടണോണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടിട്ട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമായിരുന്നു. എൻ്റെ ഫ്രണ്ടാണേ. പെട്ടെന്ന് അവൻ കയറി വന്നപ്പോൾ ഞാനോർത്ത് അയ്യോ പോലീസ് പിടിച്ചോ, അങ്ങനൊരു പേടിയായിപ്പോയി പെട്ടെന്ന് അവനിങ്ങനെ കൈ കാണിച്ചപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് മുഖത്തിട്ട് നോക്കിയപ്പോഴാണ് അയ്യോ ഇതാ ദേവിൻചന്ദാണല്ലോ, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അവനെ അവിടെ വെച്ച് കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോരാണ്. പിന്നെ ഞങ്ങളിതാ ഒരു ഫോൺ നോക്കണമായിരുന്നു. അതിന് വേണ്ടി മൈജിയിൽ വന്നതാണ്. ആലപ്പുഴ മൈജിയിലിപ്പോൾ എത്തിയതാണ് ഞങ്ങൾ. അവിടുന്ന് അകത്തേക്ക് കയറാൻ പോവാണേ. പിന്നെ അകത്ത് കയറിയിട്ട് ഫോണിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാൻ അന്വേഷിച്ചു വന്ന ഫോൺ അവിടെ ഉണ്ടായില്ല. അതിൻ്റെ സ്റ്റോക്ക് ക്ലിയർ ആയിരിക്കുകയായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായില്ല. പിന്നെ അവർ കുറേ പുതിയ ഫോണുകളെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷേ എനിക്കത് വേണ്ടാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഓക്സിജനിൽ കയറി. ഓക്സിജൻ അവിടെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ കയറിയിട്ട് അപ്പോൾ അവിടെയും ഈ ഫോണിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ അതിന് നല്ല ഫോണുകൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യാനായിട്ട് ഏട്ടനുണ്ടായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ ഒരു ബിരിയാണി കഴിക്കാൻ പോവാണേ. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കട ഒരു ചെറിയ കടയാണ്, എന്നാലും അവിടുത്തെ ടേസ്റ്റ് അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് നല്ല തൃപ്തിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്രയും നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ദേവിൻചന്ദ്രനെ ഞങ്ങൾ കണ്ടു. അവൻ അവിടെ തന്നെ, ഞങ്ങളിങ്ങനെ സർക്കിളല്ലേ, അവിടെ നിന്ന് കറങ്ങി തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തി. പിന്നെ അവൻ അവിടെ നിന്ന് ഫോണിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ നിന്ന് പിന്നെ അവനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നേരെ കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. ഡ്രസ്സ് വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ട് എടുക്കാൻ, എന്തായാലും ആലപ്പുഴ വരെ അല്ല, കുറച്ച് ഡ്രസ്സ് കൂടി എടുത്തിട്ട് പോരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെ SM എന്നൊരു കടയിലാണ് ഞങ്ങൾ കയറിയിരിക്കണേ. ഞാൻ വെറുതെ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുക. നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല വിലക്കുറവാണ്. എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും കയറുന്നൊരു കട ഇതാണ് കേട്ടോ. ആലപ്പുഴയിൽ വന്നാൽ എപ്പോഴും വരും. ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറാതെ ഞാൻ പോവാറില്ല. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കൽ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ അവിടെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിയും ഇട്ട് നോക്കിയും ഓരോന്ന് എടുത്ത് നോക്കിയൊക്കെ കുറേ സമയം അങ്ങനെ കളഞ്ഞു ഞാൻ. എന്നാലും അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ ഡ്രസ്സൊക്കെ ഓരോന്ന് വെച്ച് നോക്കി. കോട്ടൺ ചുരിദാറുകളാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഭയങ്കര വിലക്കുറവായിരുന്നു, 500 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചുരിദാറിന്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ നോക്കി അവിടുന്ന്. കുട്ടികളുടെ ഡ്രസ്സുകളും അഫോർഡബിളാണ്. പിന്നെ എൻ്റെ മെയിൻ സെക്ഷനിലേക്ക് ഞാൻ പോവാണ്, സാരി സെക്ഷൻ. എൻ്റെ എല്ലാ സാരികളും ഞാൻ എടുത്തിരിക്കുന്ന SM എന്നാട്ടോ. എനിക്ക് വേറെ ഒരു കടയിൽ നിന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന സാരികൾ തന്നെയാണ് അവിടെയുള്ള. എനിക്ക് പറ്റുന്ന വിലയിലും ഇഷ്ടപ്പെടുന്ന തുണിയും എല്ലാം നല്ലതായിരിക്കും. ഇപ്പം ഞാൻ എടുത്ത ആ സാരികൾ രണ്ടും 1000 രൂപയുടെ അത്രയും നിൽക്കുന്ന 2 സാരിയാട്ടോ. അത്രയും വിലക്കുറവാണ്, ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവിടുന്ന് കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി തിരിച്ച് പോരുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. കുറേ നേരമായല്ലോ പോയിട്ട് എന്ന് പറഞ്ഞിട്ട്. തുണിക്കടയിൽ കയറിയാൽ എന്ത് ചെയ്യാൻ, എത്ര നേരം നോക്കിയാലും മതിയാവില്ല. അങ്ങനെ ഇറങ്ങിയതാ പെട്രോൾ അടിച്ച് തിരിച്ച് പോകാനായിട്ട്.
പെട്രോൾ പമ്പിലേക്ക് പോവാണ് പെട്രോൾ അടിക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ കടകളിലൊക്കെ നിർത്തി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്ന ദിവസം തൊട്ടേ കണ്ണൻ പറയുന്നത് എനിക്ക് ചൂണ്ടയിടണം അമ്മ, ചൂണ്ടയിടണമെന്ന്. അപ്പോൾ ഓർത്ത് എന്നാൽ അവൻ്റെ ആഗ്രഹമല്ലേ അത് നടത്താമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ചൂണ്ടയൊക്കെ അച്ഛനെ കൊണ്ട് റെഡിയാക്കിച്ച് ഞങ്ങളിതാ ചൂണ്ടയിടാൻ കണ്ണനുമായിട്ട് വന്നതാണ്. ഒന്നും അറിയില്ല പുള്ളിക്ക്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ. അവർക്ക് ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അവന് എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര തൃപ്തിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ ഇതാ ചൂണ്ടയിടാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയായിട്ട് കായലാണ്, ഫ്രണ്ടിൽ തന്നെ കായലാണ്. അപ്പോൾ അവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ട് വെറുതെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. കുറേ നാൾ കൂടി ഇങ്ങനെ വന്ന് ഈ കായലിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതും കഴിഞ്ഞ് അപ്പം ഞാൻ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നേ. വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ കണ്ണൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്, അവനെ നോക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ അവനെ ശ്രദ്ധിക്കണമുണ്ട്, അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതിൽ കൺമണി എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ. കൺമണിയും ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയാലും അവൾക്കും കൂടെ വരണം. അപ്പോൾ അവളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്ന അവൾ ബഹളം കൂട്ടും. അപ്പം ഞാൻ അവളെയും കയ്യിലെടുത്തിട്ടുണ്ട്. ആ കാണുന്ന ഐലൻഡ് കണ്ടോ, അതാണ് പാതിരാമണൽ. എല്ലാവർക്കും അറിയാമായിരിക്കും പാതിരാമണൽ. ഇവിടെ ആലപ്പുഴയിൽ ടൂറിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും പോകുന്ന ഒരു സ്പോട്ടാണേ, ഒരു ഐലൻഡാണ് പാതിരാമണൽ, വേമ്പനാട്ട് കായലിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു റിസോർട്ട്, പണ്ട് റിസോർട്ടാണെന്ന് എല്ലാവരും പറയാം. ചെറിയൊരു റിസോർട്ട് പോലെ അവർ കെട്ടിയിരുന്നു. ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയിട്ട് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല, എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ്, കുറച്ച് നേരം അവിടെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. കൺമണിയും കണ്ണനും ഞാനും ഉണ്ട്, ആവണിയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വന്ന്. പക്ഷെ നല്ല മഴക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട് ആകാശത്ത്. അപ്പം തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ പിള്ളേർ വരുന്നില്ല, അവർക്ക് അവിടെ കുറേ നേരം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ എന്നാൽ കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഫുള്ളൊന്ന് കുറച്ച് നേരം കളിച്ചു. അവിടെ പോയി ഫ്രണ്ട്സുമായിട്ട് കളിക്കാനായിട്ട് അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് പോയേ. പിന്നെ അവന് ആ ചൂണ്ട എന്തായാലും കൊണ്ടുവന്നല്ലേ എന്ന് ഓർത്തിട്ട് അവൾ വെറുതെ അതിട്ട് ഇങ്ങനെ മീനിനൊന്നും കിട്ടുന്നില്ല, വെറുതെ ഇങ്ങനെ അതുമായിട്ട് നിൽക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോരാമെന്നും പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് നടന്ന സമയത്ത് ഇതാണ് കേട്ടോ പാതിരാമണൽ. ഒന്നുകൂടി ഇത്തിരി കൂടി ആ ഡാർക്കിഷായിട്ട് കാണുന്ന അതാണ് ആ പാതിരാമണൽ ഐലൻഡ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൺമണി അവിടെ ചെറിയൊരു ഇറങ്ങാനായിട്ടൊരു സ്ഥലമുണ്ടേ, അവിടെ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കളിപ്പിച്ചതാണ് കൺമണീനെ. അവൾക്ക് ഭയങ്കര സന്തോഷമായി ആ വെള്ളത്തിൽ കളി. തിരിച്ച് കയറുന്നുണ്ടായില്ല, കുറേ നേരം വിളിച്ചിട്ട് അവൾ വരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ഒരു ചേട്ടനപ്പോൾ വന്നപ്പോൾ പുള്ളിനെ കൊണ്ട് പേടിപ്പിച്ച് അങ്ങനെ തിരിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല പുള്ളിക്കാരിക്ക് തിരിച്ച് പോകുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയൊരു വീടുണ്ട്, ആ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്ന് ഒരു ഹായ് ഒക്കെ പറയണേ ആ പട്ടീനെ കണ്ടിട്ട്. അതും കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് എൻ്റെ വീട്ടിൽ വന്നാലുള്ള ചില ദിവസങ്ങളിലെ ഒരു ദിവസം. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.